അപ്പൊ നമ്മളിങ്ങനെ കർഷകർക്ക് ഈവനിങ് നല്ല കൊടുത്തണുപ്പ് തീക്കായൊന്ന് പോണം. തണുപ്പിട്ടോ നടന്നു നോക്കാം. തീക്കായ ഉണ്ടെങ്കിൽ തീക്കായ. എന്നിട്ട് വില്ലേജത്തെ കുറച്ച് നാട്ടുവിശേഷവും പരിപാടിയൊക്കെ ഇങ്ങനെ കാണാം. അപ്പോ അടക്കണ്ട ചില പുള്ളിലാളുണ്ടെങ്കിലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ പോയി നോക്കാം. വില്ലേജത്തെ കുറച്ച് വിശേഷങ്ങളും ഒന്ന് കുറച്ചെന്നെ ചൊല്ലിയിരിക്കാം. നാട്ടുവിശേഷമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാം. അയ്യോ 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 അയ്യോ. നമുക്കിങ്ങനെ ടെക്സിൽ കൂടിയിട്ടോ. ആ ട്രക്കിങ് ചെയ്തപ്പോ ആകെ നനഞ്ഞ് കാലൊക്കെ മറിയിച്ച മതിയാണ്ടോ. ഷൂസ് അവിടെയൊക്കെ എന്ത് രസാണ്. മരം കൊണ്ടുണ്ടാക്കിയ വീട് അടിപൊളിയായിട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അടിയിലും ഉണ്ടോ, അടിയിലും ആവലെ എന്താണ് കുതിരയും കുതിരല്ല കാള വന്നിട്ട് ഇവിടെ. അതിന് അതാക്കുന്നു പശുവൊക്കെ. പശു ഹായ്. ഇതൊക്കെ മച്ചാന്റെ ഒലുക്കുള്ള സഹായിക്കാരം. അടിയിൽ വൈക്കോലും കാര്യങ്ങളെ കൂട്ടിയിട്ടുണ്ടാവും. മഴ പെയ്തോളൂടെ നല്ല കൂട്ടി. ആടാ അവിടെ അങ്ങനെ മഞ്ഞ്. അവിടേക്കൊന്നും ആദ്യം ഇറങ്ങിയിരുന്നില്ല. ഇന്നലെ മഞ്ഞുണ്ടായിരുന്നില്ല കേട്ടോ. ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ വന്നതാണ്. കാലം കൂടി വരുന്നുണ്ടാവും. അതിന്റെ പുറത്ത് വീടുകളൊക്കെ എന്ത് ഭംഗിയാ. സീസണിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഒടുക്കത്തെ തിരക്കേ കയറാം. എല്ലാ ടൂറിസ്റ്റുകൾ വന്നിട്ട് അധികം നോർത്ത് ഇന്ത്യക്കാരാണ് വരിക. വേറെ എന്താ അല്ല ഇതിനടിയിലൊക്കെ ഉണ്ടോ ആ റൂമും എന്തോ സെറ്റപ്പ് ഉണ്ട്. നല്ല ചൂടുണ്ടാവും അവിടെ. എന്താ ഭംഗിയാണ്. അടിപൊളി വീടുകള്. ആരും തീക്കായിട്ട് കാണല്ലോ. ഉണ്ടാവും എല്ലാരും മഴ ചെയ്തപ്പോ വീടിന്റെ ഉള്ളിൽ കയറി തീക്കായി കാരം. കട അവിടെ എന്തുണ്ടാക്ക കുക്ക് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു തീക്കായണേ. മിക്കവാറും അവിടെ ഉണ്ടാവും. ഡാർപ്പായിന്റെ അവിടെ ഉണ്ടാവില്ലേ? ഒരു ഹോട്ടൽ അവിടെ ഡാർപ്പായുണ്ട്. അവിടെ ഇന്നലെ തീക്കാഞ്ഞീന്. ഒന്നും കിട്ടുമോ നോക്കാനില്ലടാ. പോകുന്നത് കാണാനില്ല. കുടുങ്ങി ഉണ്ടോന്ന് എത്തി വന്നതാണ്. ഫുള്ള് കോട. കൈയൊക്കെ ഏകദേശം അറിയിച്ചു തുടങ്ങി. കൈ മുഖമൊക്കെ മൂക്കും ചുണ്ടൊക്കെ ചുവന്ന പറയേ. ഹോം സ്റ്റേ അവിടെ ഇല്ലടാ തീക്കാഞ്ഞിന്നെ. ഇവിടെ അല്ല, അവിടെ ഇരുന്നിട്ടേ ഹോം സ്റ്റേ പരിപാടി കാര്യമായിട്ട് ഉണ്ടാക്കിയോ അല്ലേ? റോയൽ ഫുഡ് ടീ കഫേ കഫേ. എന്തൊക്കെയോ പറയുന്നുണ്ട്, മനസ്സിലാവില്ല. എനിക്ക് വേറെ ലാംഗ്വേജ് ആണ്. ഹിന്ദി അല്ല, ലോക്കൽ ലാംഗ്വേജ്. അവിടെ തീക്കായുണ്ട്. മാഷാല്ലാ, അവിടെ തീക്കായുണ്ട്. കുറച്ച് അവരോട് എന്തൊക്കെ വർത്താനം പറഞ്ഞിരുന്നേ. കുറച്ച് ചൂട് വെക്കാം, അല്ലെങ്കിൽ ഈ പണി പാടും. സ്റ്റെപ്പ് ഉണ്ടല്ലേ കല്ല് വെച്ചിട്ട്. പൾസർ, ഓ പൾസറിന്റെ ഒരു പരസ്യം പോട്ടെ. താഴെ തീക്കാണ്.
ആളല്ലേ ഇത് കാളങ്ങാടിത്തെ അല്ലല്ല ഇല്ലല്ലേ? തീക്കണ്ട നമുക്ക് അവിടെ പോയേക്കാം. ഇത് ഇവിടെ തന്നെ നെയ്തുണ്ടാക്കണേ വെറുതെ വരുവാണ് ഇവിടുത്തെ. ഇത് ആപ്പിള് കുറച്ച് കൃഷി ഇതാണ്ടോ പൂളൻ പാൻറ്. ഷീപ്പുകള് വെളുക്കിടുന്ന കിട്ടാണെന്ന് അറിയില്ല. പക്ഷെ ഷീപ്പുകള് വരനെ എടുത്തിട്ട് നൂലാക്കി നെയ്ത് വിൽക്കണാണ്. വരനെ ചെയ്യുന്നതാണ് ഇതൊക്കെ. ഈ ബാഗും പിന്നെ എവിടുന്ന് അറിയില്ല. ഇപ്പൊ വലിയ റേറ്റ് ഒന്നും ഇല്ല. ഞാൻ ടൂറിസ്റ്റ് സീസൺ ആകുമ്പോ എന്താ പാടുന്നാവോ വിചാരിച്ച റേറ്റ്. ഈ ബാഗും ഈ ടൈപ്പ് മഫ്ലറും ഒരു വേറെ കൊണ്ടിടാന്ന് പറഞ്ഞു. കശ്മീരിനല്ലേ? ആ, ഒരു വൂളിന്റെ ഐറ്റം ഉണ്ട്. അത് അവരെന്നെ ഇവിടെ നെയ്തുണ്ടാക്കുന്ന. അതാ ആ തലക്കത്തെ ആ പിങ്ക് പോലത്തെ സാധനം. ഇവിടെ ചായ അടിച്ചാലോ? ആയിരിക്കല്ലേ? നല്ല രീതിയല്ലേ? നമുക്കൊരു ചായ കുടിക്കാം. നമ്മളെങ്ങനെ വീണ്ടും അവിടുന്ന് ഒരു മാഗിയും പഹാടി ചായ കുടിച്ച് പോലെ സ്പെഷ്യൽ സാധാ ചായപ്പൊടി ഒന്നല്ല, പോലെ എന്തോ സാധനമാണ്. സ്പെഷ്യലാണ്. 50 റുപ്യ ബഗോരി സ്പെഷ്യൽ ചായ അതും പിടിച്ചൊരു മാഗി കഴിച്ച് വീണ്ടും നമ്മളിങ്ങനെ ഇറങ്ങി. ചിലവിടെ നിർത്താനും പറഞ്ഞു. കുറച്ച് UP-ക്കാരൊക്കെ കണ്ട് നമ്മളിങ്ങനെ വാക്ക് ഡ്രൈവിന്റെ അതൊക്കെ പറഞ്ഞു. വാക്ക് ഡ്രൈവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അടിപൊളിയാണ്. പറഞ്ഞില്ല. പക്ഷെ ഇങ്ങനെ അങ്ങോട്ട് ഒരു എന്താണ് പറഞ്ഞപ്പോ ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയി. നമുക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ തന്നു. ഹായ് ദീദി. ആ ദീദിക്ക് നമ്മളെ ഓർമ്മ വന്നിട്ടു. ഇന്നലെ നമ്മള് സംസാരിച്ചപ്പോ എവിടെ നിക്കണേ, ഇവിടെ ഹോം സ്റ്റേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അയ്യോ എന്താ ഭംഗിയായിരുന്നു കാണാന്. ഇത് മധ്യാവൂരാണ്. അതാണ് ഇന്ന് ഉച്ചക്കത്തെ സ്നോഫാളിന്റെ അവിടൊക്കെ വന്ന് മഞ്ഞില്ലായിരുന്നു. ഇപ്പൊ അവിടൊക്കെ മഞ്ഞ് വന്നു. ഇവിടെ വെച്ച് പണിയെടുക്കണ്ടല്ലോ. വണ്ടി വന്ന് കൊണ്ടുകൊണ്ട് വീട് ഹോം സ്റ്റേ സെറ്റപ്പ് ആക്കുന്നുണ്ട്. ഇവർക്ക് ഈ ടൈമില് മഞ്ഞ് പെയ്താ ഭയങ്കര അവിടെ ഇപ്പൊ ചായക്കടയിൽ നിന്ന് സംസാരിച്ചപ്പോ ആ UP-ക്കാരനെ കണ്ടപ്പോ ആള് പറഞ്ഞു അവിടെയൊക്കെ മഞ്ഞുണ്ട്, ഇവിടെ മഞ്ഞ് വന്നാ അടിപൊളി വന്നാണ്. അല്ല അപ്പൊ ആ കടയത്തെ ചേച്ചി പറഞ്ഞു മഞ്ഞ് വന്നാ പറ്റൂല, ആപ്പിളൊക്കെ കേടില്ല. ആപ്പിൾ മാർക്കിനൊക്കെ പ്രശ്നമാണ് പറഞ്ഞത്. ഈ ടൈമില് ഇവിടെ മഞ്ഞ് ചാടിയാൽ കാണുന്നു മഞ്ഞ്. എന്നിട്ട് നല്ല ചൂട് കിട്ടോ തണുപ്പില്. എന്ത് ഭംഗിയാണ് കാണാന്. ജസ്റ്റ് ചാണത്തി ചവിട്ടി തണുപ്പ് പറക്കുന്ന ആട് പോയിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. പുഴേന്റെ അടുത്തേക്ക് പോയേക്കാം. നേരത്തെ പോണോ? പുഴ അങ്ങോട്ടാണ്. പോണെങ്കിൽ പോവാം. പോയേക്കാം. നമുക്ക് ഹൈക്കുടി പോണ്ട. എനിക്കുണ്ട് അല്ലാണ്ട് എന്നാ ശരിയാക്ക. അവിടെ ഇത്രയും ചൂടുകൊണ്ടിരിക്കും. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ടെന്റ് അടിച്ച സ്ഥലമാട്ടത്. ഇവിടെ നമ്മൾ ടെന്റ് അടിച്ചിരുന്നത് ഒരു വീട്ടില്. ദീദിക്ക് നമ്മളെ മനസ്സിലായിക്കണേ. ദീദിക്ക് മനസ്സിലായി, ഇവിടുത്തെ മച്ചാൻ മനസ്സിലായി. എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട്. നടന്നു പോണതിന്റെ ഇടയ്ക്ക് ദീദി ഇവിടെ വന്നിട്ട് തീക്കായെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. गाँव मिलेंगे, वहाँ गंगा में एक मंदिर है, वहाँ दर्शन करके आए.